ഹായ് ഫ്രണ്ട്സ്, സാപ്പിഡിയ മലയാളത്തിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ OTT അപ്ഡേറ്റുകളാണ്. ഈ ആഴ്ചയിലെ OTT അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏറ്റവും പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റുകളും ഇന്ന് റിലീസ് ചെയ്തിരിക്കുന്ന സിനിമകളുടെയും അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഏതൊക്കെ സിനിമകളും സീരീസുകളാണെന്ന് നോക്കാം നമുക്ക്. അതിൽ ഒന്നാമത്തെ സിനിമ എന്നുള്ളത് ഒരു ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി മൂവിയാണ്. സണ്ണി ഡിയോൾ പ്രധാന വേഷം കൈകാര്യം ജാട്ട് എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഈ ഒരു സിനിമ പരാജയമായിരുന്നു. ഹിന്ദി ഭാഷ കൂടാതെ തമിഴ് തെലുങ്ക് ഭാഷകളായിട്ട് ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ ജൂൺ മാസം 6-ാം തീയതി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുകയാണ്. അടുത്തൊരു സീരീസാണ്, ഒരു ഹിന്ദി സീരീസാണ്, ഒരു ക്രൈം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഹിന്ദി സീരീസാണ്. ചാൽ കപ്പട്ട് ദ ഡിസെപ്ഷൻ എന്നാണ് സീരീസിന്റെ പേര് വരുന്നത്. C5 ജൂൺ മാസം 6-ാം തീയതിയാണ് ഈ ഒരു സീരീസ് ഹിന്ദി ഭാഷയിൽ റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കുന്നതായിട്ടുള്ളത്. അടുത്തൊരു സയൻസ് ഫിക്ഷൻ ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. കിസ് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് മുബി OTT പ്ലാറ്റ്ഫോമിലാണ് റിലീസ് ചെയ്തിട്ടുള്ളത്. അടുത്തത് തമിഴിൽ റിലീസ് ചെയ്ത ഒരു ഫീൽ ഗുഡ് ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയായിരുന്നു ടൂറിസ്റ്റ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ. തിയേറ്ററിൽ ഒരു നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. നല്ലൊരു സിനിമയാണ് കേട്ടോ. ശശികുമാർ പ്രധാന വേഷം കൈകാര്യം ചെയ്ത സിനിമ തമിഴ് തെലുങ്ക് ഹിന്ദി മലയാളം കന്നഡ ഭാഷകളിലായിട്ട് ജിയോ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്തിരിക്കുകയാണ്. അടുത്തത് ഒരു കോമഡി അഡ്വഞ്ചർ വിഭാഗത്തിൽപ്പെടുന്ന തമിഴ് മൂവിയാണ്. ഗജാന എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. തമിഴ് ഹിന്ദി ഭാഷകളായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിലാണ് ഈ സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് ഒരു ഡ്രാമ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന ഒരു ഇംഗ്ലീഷ് മൂവിയാണ്. ദ ഫയർ ആൻഡ് ദ മോത്ത് എന്നാണ് സിനിമയുടെ പേര് വരുന്നത്. ആമസോൺ പ്രൈമിൽ ഈ ഒരു സിനിമ ഇപ്പോൾ മുതൽ അവൈലബിൾ ആണ്. അടുത്തൊരു ഹൊറർ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് സിന്നേഴ്സ് എന്ന് പറഞ്ഞ സിനിമ. ഇംഗ്ലീഷ് ഹിന്ദി ഭാഷകളായിട്ട് ആമസോൺ പ്രൈം, ബുക്ക് മൈ ഷോസ് എന്നീ OTT പ്ലാറ്റ്ഫോമിൽ 2 ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്തത് മലയാളത്തിലുള്ള സിനിമയാണ്. നമ്മുടെ ഷറഫുദ്ദീനും സുരാജ് വെഞ്ഞാറമൂടും ഒക്കെ പ്രധാന വേഷം കൈകാര്യം ചെയ്ത പടക്കളം എന്ന് പറഞ്ഞ സിനിമ. ഈ ഒരു സിനിമ തിയേറ്ററിൽ നല്ലൊരു വിജയം കരസ്ഥമാക്കിയ സിനിമയാണ്. ഒരു സയൻസ് ഫിക്ഷൻ ഫാന്റസി ത്രില്ലർ വിഭാഗത്തിൽപ്പെട്ട ഒരു സിനിമ കൂടിയാണ് ഈ ഒരു സിനിമ എന്നുള്ളത്. അപ്പോൾ ഈ ഒരു സിനിമ ജൂൺ മാസം 10-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാർ വഴി റിലീസ് ചെയ്യാൻ തയ്യാറെടുക്കാനുള്ള അപ്ഡേറ്റ് ആണ് ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ളത്. എന്തായാലും വെയിറ്റ് ചെയ്യാവുന്നതാണ്. നല്ലൊരു സിനിമയാണ്. ഞാൻ തിയേറ്ററിൽ കണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമ കൂടിയാണ് പടക്കളം എന്ന് പറഞ്ഞ സിനിമ. അപ്പോൾ ഇത്രയും സിനിമകളുടെ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ പരിശോധിച്ചിട്ടുള്ളത്. ഈ ലിസ്റ്റിലേതൊക്കെ സിനിമകളാണ് നിങ്ങൾ വെയിറ്റ് ചെയ്തത്, ഏതൊക്കെ നിങ്ങൾ കണ്ടു, നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തൊക്കെയുള്ള കാര്യങ്ങളൊക്കെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ ശ്രമിക്കാം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ.